11-ാം തീയതിയാണ് തണ്ണിക്കാനം സ്വദേശി ഷക്കീർ ഹുസൈനെ ഏലപ്പാറ ടൗണിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച 6:45ഓടെയാണ് ഷക്കീറിന്റെ കാർ വാഗമൺ റോഡിലെ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തത്. സുഹൃത്താണ് കാർ ഓടിച്ചിരുന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പോയ ഷക്കീറിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സഹോദരനാണ് വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ കണ്ടത്. തുറന്നു നോക്കിയപ്പോൾ ഷക്കീറിനെ പിൻസീറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാഹനത്തിൽ രക്തക്കറയുള്ളതും ഷക്കീറിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയതുമാണ് കുടുംബത്തിന്റെ സംശയത്തിന് കാരണമായത്. എൻ്റെ കെട്ടുവിൻ്റെ മരണത്തില് കൊലപാതകം തന്നെയാണ്. ഈ പ്രതികളെ എന്നാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിൽ ഞാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും. കൊലപാതകം തന്നെയാണ്. ഒരുപാട് മുറിവുകളുണ്ട്, ചതവുകളുണ്ട് ശരീരത്ത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയാന്ന് പറഞ്ഞാലും നമുക്കത് വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നെ പ്രധാന റിപ്പോർട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അതുപോലെ പെട്രോൾ തീർന്നിട്ടാണ് കാർ അവിടെ ഒതുക്കിയെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു മിസ്സിങ്ങും കാണിക്കാതെയാണ് ആശുപത്രി വരെ ഈ വണ്ടി വന്നത്. അതുപോലെ പോലീസുകാരോട് ഞങ്ങൾ ചോദിച്ചു, പെട്രോൾ അടിച്ചിട്ടാണോ തിരിച്ച് വണ്ടി പീരുമേട് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അവർ ഒരു മറുപടിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അത് അന്വേഷിച്ചിട്ട് പറയാമെന്നേ മാത്രമേ പറഞ്ഞു. എൻ്റെ ചെറുക്കനെ അന്നേരം അങ്ങനെ കൊന്നുകൊണ്ട് കാറെ കൊണ്ട് അവിടെ ഇട്ടതാണോന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ ചെറുക്കനെ കൊലപാതകം. എൻ്റെ ചെറുക്കൻ്റെ കഴുത്തേൽ റോസ് കളറിൽ ഈ ചെറിയ വിരലിൻ്റെ വണ്ണത്തിലുള്ള എന്തോ സാധനം വെച്ച് ചുറ്റി അടുപ്പിച്ച് ഒരു 5 ചുറ്റ് വന്നിട്ട് പിന്നെ അകത്തി ഈ കഴുത്തിൻ്റെ മേള് വരെ ആ ചുറ്റ് വന്നേക്കുന്നത്. അത് റോസ് കളറിൽ ഇരിക്കുമായിരുന്നു കഴുത്ത്. അതുപോലെ വായെല്ലാം അടിച്ചു പൊട്ടിച്ച് മുറിച്ച് മൂക്കിൻ്റെ ഇവിടെ ഈ വശം എല്ലാം അടിച്ചു പൊട്ടിച്ച് വെച്ചേക്കുക. ചങ്കിൻ്റെ അവിടെയൊക്കെ ചോര ഇടിച്ച് കലക്കി അടിനാവിക്ക് ചവിട്ടുണ്ട്. പിന്നെ ഇടത്തേക്ക് ഒടിച്ചിട്ടുണ്ട്. കാലയിലെല്ലാം മുറിവുണ്ട്. എന്തോ വെച്ച് കുത്തി കീറിയതാണ് കാലൊക്കെ. ദേഹം മുഴുവൻ മുറിവാണ്. അതുകൊണ്ട് അറും കൊലയാണ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് ശ്വാസം വിടാൻ പോലെ അവസരം കൊടുക്കാതെ. ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഷക്കീർ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഛർദ്ദിച്ചപ്പോൾ ആഹാരത്തിന്റെ അവശിഷ്ടം ശ്വാസനാളത്തിൽ കുടുങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ ദിവസം ഇയാൾ സംഘം ചേർന്ന് മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വാഗമൺ പാലൊഴുകും പാറയിൽ വെച്ച് ഇയാൾക്ക് മർദ്ദനമേറ്റിരുന്നു. ഈ 2 സംഭവങ്ങളിലും ഉൾപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. ഒരെണ്ണമല്ലേ ഉള്ളൂ.